Hi, hello once again, welcome back to our channel c&svlog. ഇന്ന് നമ്മൾ വീണ്ടും ഒരു കളർഫുൾ ആയിട്ടുള്ള അടിപൊളി ഇലൂഷൻ ആർട്ടാണ് ചെയ്യണേ. അപ്പോൾ ആദ്യം നമ്മളൊരു വൈറ്റ് പേപ്പറിലായിട്ട് ഇതുപോലെ ഒരു അടപ്പ് വെച്ചിട്ട് ഒരുപാട് സർക്കിൾസ് വരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മളൊരു സർക്കിൾ വരച്ചു കൊടുത്തില്ലേ, ഇനി അടുത്തൊന്ന് ആ ഒരു സർക്കിളിനെ ടച്ച് ചെയ്യുന്ന വിധത്തിൽ വരച്ചെടുക്കുക. അപ്പോൾ അതുപോലെ കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു വൈറ്റ് പേപ്പർ കംപ്ലീറ്റ് ആയിട്ട് എല്ലാ സർക്കിൾസിനെയും തമ്മിൽ ടച്ച് ചെയ്യുന്ന വിധത്തിൽ നമുക്കൊന്ന് വരച്ചെടുക്കണം കേട്ടോ. പിന്നെ ഇതുപോലെ വരച്ചെടുക്കുമ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്ന രീതിയിൽ കുറച്ച് ഗ്യാപ്പൊക്കെ കിട്ടും. അതങ്ങനെ തന്നെ നിർത്താം. പിന്നെ ഒരു സർക്കിളിനെ കട്ട് ചെയ്തിട്ട് അടുത്തൊരു സർക്കിൾ വരച്ചെടുക്കരുത് കേട്ടോ. ഇതുപോലെ സൈഡ് മാത്രം ടച്ച് ചെയ്ത് വരച്ചു കൊടുക്കണം കേട്ടോ. അങ്ങനെ നമ്മുടെ വൈറ്റ് പേപ്പർ കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ ഞാൻ സർക്കിൾസ് ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വേറൊരു കളറിലെ സ്കെച്ച് പെൻ എടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഓരോ സർക്കിൾസിൻ്റെയും സെൻറ്ററിലായിട്ട് ഇതുപോലെ ഡോട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ വീഡിയോയിൽ കാണുന്ന രീതിയിലൊന്ന് വരച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ കറക്റ്റ് ആ ഒരു സെൻറ്ററൊന്നും പറയാൻ പറ്റില്ല, നമുക്ക് ഏകദേശം നോക്കുമ്പോൾ മനസ്സിലാവില്ലേ. അപ്പോൾ ഏകദേശം അതിൻ്റെ സെൻറ്ററായിട്ട് തോന്നുന്നൊരു ഭാഗത്ത് ഞാനൊന്ന് ഡോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുകയാണ്. പിന്നെ നമുക്ക് വേണമെങ്കിൽ സെയിം കളറിൽ സ്കെച്ച് പെൻ വെച്ച് കംപ്ലീറ്റ് വരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നമ്മളൊരു കളർഫുൾ ആയിട്ടുള്ള ഇലൂഷൻ ആർട്ടാണ് ചെയ്യണേ. അതുകൊണ്ട് തന്നെ ഞാനിവിടെ 3 കളേഴ്സ് എടുക്കുന്നുണ്ട് കേട്ടോ. സ്കെച്ച് പെൻ 3 കളേഴ്സും പിന്നെ നമ്മളൊരു ബ്ലാക്ക് കളറിലെ മാർക്കർ പെൻ കൂടി യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് വേറെ കളർ കോമ്പിനേഷൻസ് ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് നോക്കാം. എനിക്കിപ്പോൾ ഈ ഒരു കളർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നമ്മൾ വരച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ ഫൈനൽ ലുക്ക് കാണുമ്പോൾ നല്ല ഭംഗിയാണ്. അങ്ങനെ ഒന്ന് വരച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് വീഡിയോയിൽ കാണുന്ന രീതിയിൽ ഒരു പാറ്റേൺ വെച്ചിട്ട് അതൊന്ന് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഓരോ സർക്കിൾസിനെയും സെൻറ്ററിലായിട്ട് നമ്മളിങ്ങനെ വരച്ച് കൊടുത്തിട്ടില്ലേ, അവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ആ ഒരു പോയിന്റിൽ നിന്നായിട്ട് കറക്റ്റ് ഈ ഒരു രീതിയിൽ യു ഷേപ്പിലൊന്ന് വരച്ചെടുക്കാനായിട്ട് പറ്റും. പിന്നെ അങ്ങനെ വരച്ച് കൊടുക്കുമ്പോഴും സൈഡിലായിട്ട് കുറച്ച് ഗ്യാപ്പ് വരും കേട്ടോ. ഇനി വേറൊരു കളറിലെ സ്കെച്ച് പെൻ എടുക്കാം. എന്നിട്ട് നമ്മൾ വരച്ചു കൊടുത്തിട്ടുള്ളതിൻ്റെ സൈഡിലായിട്ട് ചെറിയ ചെറിയ ഗ്യാപ്പ് ഉണ്ടല്ലോ, അവിടെയായിട്ട് ഈ ഒരു രീതിയിൽ വരച്ചു കൊടുക്കണം കേട്ടോ. അങ്ങനെ 2 പാറ്റേൺസ് വെച്ചിട്ട് നമ്മൾ വരച്ചിട്ടുള്ള സർക്കിളൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം. പിന്നെ അതിൻ്റെ ഇടയിലായിട്ട് കുറച്ച് ഭാഗങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അവിടെ നമ്മൾ ചെയ്യണതെന്ന് വെച്ചാൽ ബ്ലാക്ക് കളറിൽ മാർക്കർ പെൻ എടുക്കുക. എന്നിട്ട് വീഡിയോയിൽ കാണുന്ന രീതിയിൽ ഒരു പാറ്റേൺ വരച്ച് കൊടുക്കുക കേട്ടോ. അങ്ങനെ കംപ്ലീറ്റ് ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നല്ല അടിപൊളിയായിട്ട് കിട്ടും. പിന്നെ ഓരോ സർക്കിളിനും ചുറ്റുമായിട്ടുള്ളതുണ്ടല്ലോ, അത് നോക്കിയിട്ട് നമ്മൾ സെയിം സൈഡിലേക്ക് തന്നെ ആ ഒരു പാറ്റേൺ വരച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഭംഗിയായിട്ട് കിട്ടും. പിന്നെ നമ്മൾ ഇതുപോലെ വരച്ച് കൊടുക്കുമ്പോൾ 2 ഭാഗത്തായിട്ട് ഒരു ഡയമണ്ട് ഷേപ്പിലൊന്ന് കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെയായിട്ട് ഞാൻ ഈ ഒരു രീതിയിൽ വരച്ചെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ അതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ചിലപ്പോൾ നമ്മൾ വരയ്ക്കുമ്പോൾ ഇതുപോലെ ഡയമണ്ട് ഷേപ്പിലൊന്നും വരില്ല കേട്ടോ. നമ്മൾ നേരത്തെ ചെയ്ത ആ ഒരു രീതിയിൽ തന്നെ കംപ്ലീറ്റ് ആയിട്ട് കിട്ടും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി അടിപൊളിയായിട്ട് ഫൈനൽ ലുക്ക് കിട്ടും കേട്ടോ. അങ്ങനെ ആ ഒരു വൈറ്റ് പേപ്പർ കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെയാണ് നമുക്ക് ഫൈനൽ ലുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്ത് പറയാം. പിന്നെ ആ ഒരു കളർ കോമ്പിനേഷൻ എങ്ങനെയുണ്ടെന്നുള്ളത് കൂടി ഒന്ന് പറയാം കേട്ടോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.